നമസ്കാരം, ഏവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ സിംഗിൾ ലെയിൻ റോഡ് അല്ലെങ്കിൽ സിംഗിൾ ലെയിൻ ഹൈവേ, പ്രത്യേകിച്ച് സിംഗിൾ ലെയിൻ ഹൈവേ ഇതിൽ കൂടെ നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ ഏതൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള വിഷയത്തിനെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോ. അപ്പോൾ വീഡിയോ തുടരാം. ആദ്യം തന്നെ സിംഗിൾ ലെയിൻ റോഡ് അല്ലെങ്കിൽ സിംഗിൾ ലെയിൻ ഹൈവേ എന്ന് പറഞ്ഞാൽ രണ്ട് സെക്ഷൻ ആയിരിക്കും കാണുന്നത് റോഡിന്. ഒരു സെക്ഷൻ നമ്മൾ പോകുന്ന സെക്ഷൻ, പിന്നെ മറ്റേ സെക്ഷൻ എന്ന് പറഞ്ഞാൽ എതിർവശത്തൂടെ വാഹനങ്ങൾ വരുന്നത്. അതായത് രണ്ട് സെക്ഷനേ കാണത്തുള്ളൂ. അപ്പം നമ്മുടെ നാട്ടിൽ കാണുന്ന മിക്ക റോഡ് അല്ലെങ്കിൽ ഹൈവേയുടെ ഒരു ഭൂരിഭാഗം സിംഗിൾ ലെയിൻ ആണ്. കാരണം റോഡിന് വീതി കുറവായതുകൊണ്ട് ആണ് ഈ സിംഗിൾ ലെയിൻ. അതായത് ഒരു ഡയറക്ഷനിൽ കൂടെ നമ്മൾ പോകും, നമ്മുടെ എതിർവശത്തൂടെ വാഹനങ്ങൾ വരും. നടുക്ക് ഡിവൈഡർ അങ്ങനെയൊന്നും കാണത്തില്ല, മാർക്കിങ്സേ കാണത്തുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഈ പോകുന്ന വഴിയും അതും ഒരു സിംഗിൾ ലെയിൻ റോഡാണ്. നിങ്ങൾക്ക് കാണാം, ഞാൻ പോകുന്ന ഒരു ഡയറക്ഷൻ, മറ്റ് ഡയറക്ഷനിൽ കൂടെയാണ് വാഹനങ്ങൾ വരുന്നത്. അപ്പോൾ ഈ സിംഗിൾ ലെയിൻ റോഡ് അല്ലെങ്കിൽ സിംഗിൾ ലെയിൻ ഹൈവേയിൽ കൂടെ പോകുമ്പോൾ നമ്മൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ആദ്യം തന്നെ പറയട്ടെ, നമ്മൾ പുതിയതായിട്ട് ഡ്രൈവിംഗ് പഠിച്ചിട്ട് ഇങ്ങനെ റോഡിൽ സിംഗിൾ ലെയിൻ റോഡിൽ ഓടിക്കുമ്പോൾ പലപ്പോഴും നമ്മൾക്കൊരു ടെൻഡൻസി ഉണ്ട്. നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഫുൾ ലെഫ്റ്റ് ചേർത്ത് വാഹനം എടുക്കും. മാക്സിമം ലെഫ്റ്റ് വിട്ടിട്ട് ലെഫ്റ്റ് ചേർത്ത് നമ്മൾ വാഹനം എടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ചില ബുദ്ധിമുട്ടുകൾ നമ്മൾക്കും മറ്റുള്ള ആൾക്കാരും ഫേസ് ചെയ്യും ഫുൾ ലെഫ്റ്റ് ചേർത്ത് നമ്മൾ വാഹനം എടുക്കുകയാണെങ്കിൽ. ഒന്നെന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം, ഇപ്പോൾ ലെഫ്റ്റിൽ കൂടെ ആണ് മാക്സിമം ടൂ വീലേഴ്സ്, അതായത് ബൈക്ക്, സ്കൂട്ടിയൊക്കെ ആൾക്കാർ കൊണ്ടുപോകുന്നത്, ലെഫ്റ്റിൽ കൂടെയാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഫുൾ ലെഫ്റ്റ് ചേർത്ത് ഒട്ടും ഗ്യാപ്പ് ഇടാതെ ലെഫ്റ്റിൽ കൂടെ വാഹനം എടുക്കുകയാണെങ്കിൽ ആദ്യം നമുക്ക് തന്നെ ബുദ്ധിമുട്ടുണ്ടാകും. കാരണം മുന്നിൽ പോകുന്ന ടൂ വീലേഴ്സിനെ എല്ലാം നമ്മൾക്ക് ഓവർടേക്ക് ചെയ്യാൻ വീണ്ടും റൈറ്റിലേക്ക് വാഹനം കട്ട് ചെയ്യേണ്ടി വരും. അത് നമ്മൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്. പിന്നെ രണ്ടാമത് ബാക്കിൽ വരുന്ന ടൂ വീലേഴ്സിൽ വരുന്ന ആൾക്കാർ, ഇപ്പോൾ നമ്മൾ ഫുൾ ലെഫ്റ്റ് ചേർത്ത് സ്ലോയിൽ വാഹനം എടുക്കുകയാണെങ്കിൽ അവർക്ക് പോകാൻ ബുദ്ധിമുട്ടുണ്ടാവും. അവർ അത്യാവശ്യം നല്ല സ്പീഡിൽ കൂടെ ആയിരിക്കും ലെഫ്റ്റിൽ കൂടെ പോകുന്നത്. അപ്പോൾ നമ്മളങ്ങനെ ലെഫ്റ്റിൽ കൂടെ പോവുകയാണെങ്കിൽ നമ്മളെ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് പലപ്പോഴും റൈറ്റ് ചേർത്ത് എടുക്കേണ്ടി വരും. അത് ഹൈവേയിലൊക്കെ ടൂ വീലേഴ്സിന് അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യവും പിന്നെ അപകടങ്ങൾ സംഭവിക്കാനുള്ള ചാൻസസും ഉണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക, ഫുൾ ലെഫ്റ്റ് ചേർത്ത് എടുക്കാതെ കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് വേണം എടുക്കേണ്ടത്. അതിപ്പോൾ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഇല്ല എങ്കിൽ തുടക്കത്തിൽ അങ്ങനെ ചെയ്യാം, പക്ഷേ അതൊരു ശീലമാക്കുന്നത് നല്ലതല്ല. അപ്പോൾ നമ്മൾക്ക് നമ്മുടെ ലെഫ്റ്റ് മിററിൽ നോക്കിയാൽ നമുക്കറിയാം നമ്മുടെ വാഹനവും റോഡിലും എത്ര ഗ്യാപ്പ് ഉണ്ടെന്ന്. അപ്പോൾ ഈ ടൂ വീലേഴ്സിന് പോകാനുള്ള ഒരു ഗ്യാപ്പ് വിട്ടിട്ട് നമ്മൾ എടുക്കുക. അതായിരുന്നു ഒന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ കുറച്ച് ശീലമായതിന് ശേഷം, കുറച്ച് കോൺഫിഡൻസ് ആയതിന് ശേഷം നമ്മൾ എത്ര റൈറ്റ് ചേർത്തെടുക്കുന്നോ അത്രയും നമ്മൾക്കത് കൺവീനിയൻ്റ് ആണ്. എത്രയും റൈറ്റ് ചേർത്തെടുക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ ഈ ലൈൻ മാർക്കിങ്സ് ക്രോസ് ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുവാണെങ്കിൽ ഈ മുന്നിൽ പോകുന്ന വാഹനം, അപ്പോൾ അതിൻ്റെ ഞാൻ കുറച്ച് റൈറ്റ് ചേർത്താണ് ഞാൻ വാഹനം എടുത്തേക്കുന്നത്. കാരണം അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമ്മൾക്ക് എതിർവശത്തു നിന്ന് വരുന്ന വാഹനത്തിനോട് നമ്മൾക്ക് നല്ല വിസിബിലിറ്റി കാണും. അപ്പോൾ ഓവർടേക്കൊക്കെ ചെയ്യണമെങ്കിൽ നമ്മൾക്ക് ക്ലിയറായിട്ട് കാണാം എതിർവശത്തു നിന്ന് വാഹനങ്ങൾ വരുന്നുണ്ടോ ഇല്ലയോ എന്ന്. അപ്പോൾ അത് ഓവർടേക്ക് ചെയ്യാൻ നമ്മൾക്കത് കൺവീനിയൻ്റ് ആയിരിക്കും. ഇപ്പം ഞാൻ ഈ വാഹനത്തിൻ്റെ നേരെ പുറകിൽ ആയിട്ട് ഓടിക്കുവാണ്, അതായത് കുറച്ചുകൂടെ ലെഫ്റ്റ് ചേർത്തുകൊണ്ട് റൈറ്റിലേക്ക് ഉള്ള ഗ്യാപ്പ് വിട്ടിട്ട്, അങ്ങനെയാണെങ്കിൽ എനിക്ക് എതിർവശത്തു നിന്ന് വരുന്ന ട്രാഫിക് മൊത്തം ബ്ലോക്ക് ആയിരിക്കും. അതായത് വിസിബിലിറ്റി ബ്ലോക്ക് ആയിരിക്കും, എനിക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ ആ ഫ്രണ്ടിലെ വാഹനം നിർത്തുമ്പോഴെല്ലാം എനിക്ക് നിർത്തേണ്ടി വരും. അല്ലെങ്കിൽ ആ ഫ്രണ്ടിലെ വാഹനം സ്ലോ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നിർത്തുമ്പോഴോ എതിർവശത്തു നിന്ന് വണ്ടികൾ വരുന്നില്ല എങ്കിൽ എനിക്ക് ഓവർടേക്ക് ചെയ്ത് പോകാൻ പറ്റും. ഇപ്പോൾ റൈറ്റ് സൈഡിൽ വിസിബിലിറ്റി ഉണ്ടെങ്കിൽ മാത്രം. അപ്പോൾ അതായിരുന്നു രണ്ടാമത്തെ കാര്യം, കുറച്ച് റൈറ്റ് സൈഡിലേക്ക് എടുത്തിട്ട് ഓടിക്കുക. അത് നമ്മളെ ഓവർടേക്ക് ചെയ്യാനും തന്നെയല്ല എതിർ സൈഡിൽ നിന്ന് വരുന്ന ട്രാഫിക്കിലോട്ട് നമ്മൾക്കൊരു നല്ല വിസിബിലിറ്റി തരും. പിന്നെ മൂന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഹൈ ബീമിൻ്റെ ഉപയോഗം. ഇതിപ്പോൾ ഈ രാത്രി സമയത്ത് ഹൈ ബീം നമ്മൾ ഉപയോഗിക്കരുത്, കഴിവതും ഉപയോഗിക്കരുത്. ഇതിപ്പം അതും പ്രത്യേകിച്ച് ഹൈവേയിലും ട്രാഫിക്കുള്ള റോഡിലും. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കാണാം, ഈ വരുന്ന മിക്ക വാഹനങ്ങളും ഹൈ ബീം ഇട്ടാണ് ഓടിക്കുന്നത്. അപ്പോൾ എതിർവശത്തു നിന്ന് വരുമ്പോൾ നമ്മൾക്ക് തന്നെ അനുഭവം കാണും, തീരെ നമ്മൾക്ക് കാണാൻ പറ്റില്ല, ഫുൾ ലൈറ്റ് കണ്ണിലോട്ട് അടിച്ചിട്ട് വിസിബിലിറ്റി ഫുള്ള് കുറയും. അപ്പോൾ നമ്മൾ ഹൈ ബീമിൻ്റെ ഉപയോഗം ഒഴിവാക്കുക.
അപ്പോൾ ഈ എതിർവശത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ ഹൈ ബീം ഇട്ടാണ് വരുന്നതെങ്കിൽ നമ്മൾ നമ്മുടെ ഹൈ ബീം ഓൺ ചെയ്ത് അപ്പും ഡിപ്പും ചെയ്തിട്ട് ഒന്ന് ഓൺ ചെയ്യുക ഒരു 2 സെക്കൻഡിലേക്ക്, എന്നിട്ട് ഡൗൺ ചെയ്യുക, എന്നിട്ട് അവരെ ഒന്ന് സൂചിപ്പിക്കുക താങ്കളുടെ ഹൈ ബീം ആണ് ഓൺ ആണ്, അതിനെ ഡൗൺ ചെയ്യൂ. അപ്പോൾ കുറച്ച് അറിയാവുന്ന ഡ്രൈവേഴ്സ് ആണെങ്കിൽ അവരതിനെ ഓഫ് ചെയ്യും. അപ്പോൾ എന്തായാലും നമ്മൾ ഹൈ ബീം അങ്ങനെ ഉപയോഗിക്കരുത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ വാഹനങ്ങൾ എതിർവശത്തു നിന്ന് വരുന്ന മാക്സിമം വാഹനങ്ങളെല്ലാം ഹൈ ബീമിലാണ്. അത് കാരണം വിസിബിലിറ്റി ഫുൾ അങ്ങനെ കുറയും. അപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മൾ അലേർട്ട് ചെയ്യുക. പിന്നെ രണ്ടാമത്തെ കാര്യം, ആ വെട്ടത്തോട് നോക്കാതെ നമ്മൾ അന്നേരം നോക്കുന്നത് കുറച്ച് ലെഫ്റ്റിലേക്ക് അല്ലെങ്കിൽ റോഡിലേക്കൊന്ന് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുക നമ്മൾ നോക്കുന്നത്. അന്നേരം ആ കുറച്ച് സ്ട്രെയിൻ ഒന്ന് കുറഞ്ഞ് കിട്ടും. ഇനി അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ, മുന്നിൽ പോകുന്ന വാഹനവും നമ്മുടെ വാഹനവും തമ്മിലുള്ള ഗ്യാപ്പ്. ഇപ്പോൾ ഫ്രണ്ടിൽ പോകുന്ന വാഹനം നല്ല സ്പീഡിൽ പോവുകയാണെങ്കിൽ നമ്മൾ അതിനെ ജസ്റ്റ് ഫോളോ ചെയ്യരുത്, കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം അതിനെ ഫോളോ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ പുറകെ കൂടെ പോകേണ്ടത്. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഫ്രണ്ടിലുള്ള വാഹനം ഇപ്പോൾ സഡൻ ബ്രേക്കോ വല്ലതും ഇട്ട് നിർത്തുവാണെങ്കിൽ നമ്മൾക്ക് റിയാക്ട് ചെയ്യാനുള്ള ഒരു ടൈം കിട്ടിയില്ല എന്ന് വരും. തന്നെയല്ല, ആ ഫ്രണ്ടിലുള്ള വാഹനം സ്ലോ ചെയ്യുമ്പോഴൊക്കെ നമ്മൾക്ക് അന്നേരം ബ്രേക്ക് ഉപയോഗിക്കേണ്ടേ വരും, ബ്രേക്കിംഗ് കൂടുതലായിട്ട് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് ഓടിക്കുവാണെങ്കിൽ ഇൻ കേസ് ആ ഫ്രണ്ടിൽ പോകുന്ന വാഹനം സഡനായിട്ട് ബ്രേക്ക് അമർത്തി നിർത്തുകയോ അല്ലെങ്കിൽ ടേൺ എടുക്കുകയോ വല്ലതും ചെയ്യുവാണെങ്കിലും നമ്മൾക്ക് സഫിഷ്യൻറ്റ് ടൈം കാണും നമ്മൾക്ക് അതനുസരിച്ച് റിയാക്ട് ചെയ്യാനുള്ളത്. അപ്പോൾ മുന്നിൽ പോകുന്ന വാഹനത്തിന് തൊട്ടില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ഫോളോ ചെയ്യരുത്, ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് വേണം അതിനെ ഫോളോ ചെയ്യേണ്ടത്. പിന്നെ അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളത്, ഇപ്പോൾ അതും പ്രത്യേകിച്ച് ഈ പിക്കപ്പ് വാഹനങ്ങളും ബസ്സുകളും ഒക്കെയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ അവരെ ഓവർടേക്ക് ചെയ്യുവാണെങ്കിൽ പലപ്പോഴും അവർ തന്നെയല്ല, പല കാറുകളിലും ഞാൻ അങ്ങനെ ഡ്രൈവേഴ്സിനെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവർ സ്ലോയിൽ പോകുന്നതുകൊണ്ടായിരിക്കും നമ്മൾ അവരെ ഓവർടേക്ക് ചെയ്യുന്നത്. പക്ഷേ പലപ്പോഴും അത് അവരൊരു ഈഗോ ഇഷ്യൂ ആയിട്ട് എടുത്തിട്ട് വാഹനം ചവിട്ടി വിട്ട് എങ്ങനെയും നമ്മളെ വീണ്ടും ഓവർടേക്ക് ചെയ്യാനുള്ള അങ്ങനത്തെ ഒരു ടെൻഡൻസി ഞാൻ പല ഡ്രൈവേഴ്സിലും അങ്ങനെ കണ്ടിട്ടുണ്ട്. അത് എന്താണെന്ന് എനിക്കറിയില്ല. ചിലപ്പം നമ്മളവരെ ഓവർടേക്ക് ചെയ്യുന്നത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല, അങ്ങനത്തെ പല മെൻറ്റാലിറ്റി കാണും. അപ്പോൾ എന്തായാലും നമ്മളത് അവോയ്ഡ് ചെയ്യുക. നമ്മൾ ഒരാളെ ഓവർടേക്ക് ചെയ്തെങ്കിൽ നമ്മൾ സ്ലോയിൽ പോകുന്നതുകൊണ്ടായിരിക്കും അവർ ഓവർടേക്ക് ചെയ്തത്, അല്ലെങ്കിൽ പിന്നെ അവർക്ക് ചെല്ലാൻ ധൃതി കാണുമായിരിക്കും, അത് സാഹചര്യം അനുസരിച്ച്. അപ്പോൾ നമ്മളെ ഓവർടേക്ക് ചെയ്യുമെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരു റേസ് പോലെ അവരെയും ഓവർടേക്ക് ചെയ്യണം എന്ന അങ്ങനത്തെ ഒരു ചിന്താഗതി അത് നല്ലതല്ല. കാരണം അതാണ് കൂടുതലും ഈ റോഡ് അപകടത്തിനെ ഒരു പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ ഓവർടേക്ക് ചെയ്തു, ശരി, അവരിനിയും മുന്നിൽ ചെന്നിട്ട് സ്ലോ വല്ലതും ചെയ്യുവാണെങ്കിൽ നമ്മൾ അവരെ ഓവർടേക്ക് ചെയ്യുക. അല്ലാതെ ഒരു റിവെഞ്ച് എടുക്കാൻ പോലെ അല്ലെങ്കിൽ ഒരു റോഡ് റേജ് പോലെ നമ്മൾ അവരെ ഓവർടേക്ക് ചെയ്യുക, അങ്ങനത്തെ ഒരു ടെൻഡൻസി കഴിവതും അവോയ്ഡ് ചെയ്യുക. പിന്നെ ഞാനൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുള്ളത്, നമ്മളൊരാളെ ഓവർടേക്ക് ചെയ്യുവാണ്, അവർ സ്ലോയിൽ പോകുവാണ്, അതുകൊണ്ടാണ് നമ്മൾ ഓവർടേക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സൈഡിൽ വരുമ്പോൾ നമ്മൾ ഓവർടേക്ക് ചെയ്യുവാണ് എന്ന് കോൺഷ്യസ് ആയിക്കൊണ്ട് അവർ വാഹനത്തിൻ്റെ സ്പീഡ് കൂട്ടാൻ തുടങ്ങും. നമ്മൾ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഒരാൾ ഓവർടേക്ക് ചെയ്യുവാണെങ്കിൽ നമ്മൾ സ്ലോ ചെയ്ത് കൊടുക്കുക, അവർ ക്രോസ് ചെയ്ത് പോകട്ടെ. കാരണം ഓവർടേക്കിംഗ് എപ്പോഴും ഒരു റിസ്കി ടാസ്ക്കാണ്. കാരണം എതിർവശത്ത്, അതും പ്രത്യേകിച്ച് സിംഗിൾ ലൈൻ റോഡിൽ. അപ്പോൾ ശകലം ഒന്ന് സ്ലോ ചെയ്ത് കൊടുക്കുക, അവർ കയറി പോകട്ടെ. അടുത്തത് ഓവർടേക്കിങ്ങിനെ കുറിച്ചാണ്. അതിനെക്കുറിച്ച് ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട്, അതും കൂടി ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുവാണെങ്കിൽ വീഡിയോ വീണ്ടും വേണ്ടാതെ കുറേ ലെങ്തി ആവും. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നില്ല. ഹൈ ബീമിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഇപ്പോൾ നമ്മൾ ഓവർടേക്ക് ചെയ്യുവാണെങ്കിൽ ഹൈ ബീം ഒന്ന് ഫ്ലാഷ് ചെയ്ത് എതിർവശത്തു നിന്ന് വരുന്ന വാഹനത്തിനെ ഒന്ന് അലേർട്ട് ചെയ്യുക നമ്മൾ ഓവർടേക്ക് ചെയ്യാൻ പോകുകയാണെന്ന്. അതുപോലെ തന്നെ എതിർവശത്തു നിന്ന് വരുന്ന വാഹനം ഹൈ ബീം ഫ്ലാഷ് ചെയ്യുവാണെങ്കിൽ നമ്മൾ കുറച്ച് സൈഡ് കൊടുക്കുക. അതിനർത്ഥം അവർ ഓവർടേക്ക് ചെയ്യാൻ പോകുകയാണ് എന്നാണ്. അതായത് അവരുടെ ഡയറക്ഷനിലുള്ള വാഹനത്തിന് ഓവർടേക്ക് ചെയ്യാൻ പോവുകയാണെന്നാണ് അതിൻ്റെ അർത്ഥം. പിന്നെ ഞാൻ ഈ ലൈനിലെ മാർക്കിങ്ങിനെ കുറിച്ച് പറഞ്ഞു. അപ്പം മിക്ക പാർട്ടിലും ഈ ഡോട്ടഡ് ആയിട്ടുള്ള ലൈനായിരിക്കും. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ആ ലൈനിനെ ക്രോസ് ചെയ്യാം. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കാം, വളവിലും പിന്നെ ജംഗ്ഷനിലും ഒക്കെ സ്ട്രെയിറ്റ് ആയിട്ട്, അതായത് സോളിഡ് ലൈൻ ആയിരിക്കും, അതായത് ഡോട്ട് ഇല്ലാത്ത ലൈൻ ആയിരിക്കും. അതിൻ്റെ ട്രാഫിക് റൂൾ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുവാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ആ ലൈൻ നമ്മൾ ക്രോസ് ചെയ്യാൻ പാടില്ല എന്നാണ്. വളവുകളിൽ അത് കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വളവിൽ ഒരിക്കലും ഓവർടേക്ക് ചെയ്യരുത് എന്നാണ് ബേസിക് തമ്പ് റൂൾ. അതുകൊണ്ടാണ് ഈ ടേണിങ്ങിലും ഒക്കെ ആ സോളിഡ് ലൈൻ കൊടുത്തിരിക്കുന്നത്. അടുത്തതായിട്ടുള്ളത് ബേസിക് കാര്യങ്ങളാണ്. അതായത് നമ്മൾ സഡനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വാഹനം വെട്ടിക്കരുത്. ഇൻ കേസ് ടേൺ ചെയ്യണമെങ്കിൽ കുറച്ച് സെക്കൻഡ്സ് മുന്നേ ഇൻഡിക്കേറ്റർ ഇട്ടതിന് ശേഷം മാത്രമേ നമ്മൾ
ടേൺ ചെയ്യാവൂ. അല്ലെങ്കിൽ ബാക്കിൽ നിന്ന് വരുന്ന വാഹനം നല്ല സ്പീഡിലായിരിക്കും വരുന്നത്. അപ്പോൾ അത് വലിയ ആക്സിഡൻസ് ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ പ്രോപ്പറായിട്ട് ഇൻഡിക്കേറ്റർ ഇട്ടതിന് ശേഷമേ നമ്മൾ വാഹനം ടേൺ ചെയ്യാവൂ. അതും ഇൻഡിക്കേറ്റർ ഇട്ടു ടേൺ ചെയ്തു അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയും ചെയ്യരുത്. ഒരു 3-4 സെക്കൻഡ്സ് മുന്നേ തന്നെ നമ്മൾ ഇൻഡിക്കേറ്റർ ഇടുക ടേൺ ചെയ്യുന്നതിന് മുന്നേ. മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഹൈവേയിൽ പ്രത്യേകിച്ചും എൻ്റെ അനുഭവം വെച്ച് പറയുവാണ്, എതിർവശത്തു നിന്ന് വരുന്ന ബസ്സുകൾ പലപ്പോഴും വാഹനത്തിനെ ഓവർടേക്ക് ചെയ്ത് മാക്സിമം ഈ എതിർവശത്തെ ലൈനിലേക്ക് കയറിയാണ് അവർ വണ്ടി വളയ്ക്കാറുള്ളത്, അതായത് ഓവർടേക്ക് ചെയ്യാറുള്ളത്. അപ്പം അത് കണ്ടിട്ട് നമ്മൾ അങ്ങനെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം എക്സ്പീരിയൻസ് ഡ്രൈവേഴ്സ് ആയിരിക്കും, പലപ്പോഴും അവർ കൃത്യമായിട്ട് ജഡ്ജ് ചെയ്തിട്ടായിരിക്കും അവർ ഓവർടേക്ക് ചെയ്യുന്നത്. എന്നാലും പറയാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ എതിർവശത്തു നിന്ന് വാഹനം കയറി വരുവാണ്, ബസ് അല്ലെങ്കിൽ വേറെ ഏത് വാഹനം ആയാലും കയറി വരുവാണെങ്കിൽ നമ്മൾ നമ്മുടെ വാഹനം സ്ലോ ചെയ്യുക, എന്നിട്ട് ലെഫ്റ്റ് സൈഡ് നോക്കിയിട്ട് സൈഡ് കൊടുക്കുക. അല്ല നമ്മളും കൂടെ ആ ടൈമിൽ റേസ് കൊടുക്കുക അല്ലെങ്കിൽ ആക്സിലേറ്റർ കൊടുക്കുകയാണെങ്കിൽ അത് ഒരു ബുദ്ധിമുട്ടുള്ള ഒരു സിറ്റുവേഷന് ഉണ്ടാക്കാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ പ്രോപ്പറായിട്ട് നോക്കുക. എതിർവശത്തു നിന്ന് ബസ്സോ വല്ലതും കയറി വരുന്നുണ്ടെങ്കിൽ നമ്മളതിന് പ്രിപ്പയർഡായിട്ടിരിക്കുക. എന്നിട്ട് വാഹനം സ്ലോ ചെയ്ത് ലെഫ്റ്റിലേക്ക് എടുക്കുക. ലെഫ്റ്റിലെ കണ്ടീഷൻ നോക്കിയിട്ട് വേണം എടുക്കേണ്ടത്. ഈ പറഞ്ഞ പോലെ ബൈക്കിൽ പോകുന്ന ആൾക്കാരൊക്കെ ലെഫ്റ്റിലാണ് ട്രാവൽ ചെയ്യുന്നത്. നമ്മൾ പെട്ടെന്ന് ലെഫ്റ്റിലേക്ക് വാഹനം വെട്ടിക്കുകയാണെങ്കിൽ അവിടെയും തട്ടാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കുക. അതുപോലെ പുതിയതായിട്ട് ഡ്രൈവിംഗ് പഠിച്ച ആൾക്കാർ നല്ല ഒരു തിട്ടം വരുന്ന വരെ ഹൈവേയിലേക്ക് പോകരുതെന്നാണ് എൻ്റെ അഡ്വൈസ്. കാരണം നമ്മൾ സാധാരണ സിറ്റി ട്രാഫിക്കിൽ ഓടിക്കുന്ന പോലല്ല ഹൈവേയിൽ. സിറ്റി ട്രാഫിക്കിൽ അഥവാ തട്ടുകയോ മുട്ടുകയോ വല്ലതും ചെയ്യുവാണെങ്കിൽ വാഹനങ്ങൾ അത്ര ഹൈ സ്പീഡിലായിരിക്കില്ല പോകുന്നത്. പക്ഷേ ഹൈവേയിലെന്ന് പറഞ്ഞാൽ നല്ല സ്പീഡിലാണ് വാഹനങ്ങൾ കയറി വരുന്നത്. അപ്പം നല്ലൊരു പ്രാക്ടീസ് ആവാതെ ഹൈവേയിലേക്ക് പോകുന്നത് ശരിയല്ല. ഞാൻ ഈ പുതിയ ഡ്രൈവേഴ്സിനെ ഉദ്ദേശിച്ചാണ് ഇത് പറയുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളായിരുന്നു ഞാൻ ഈ വീഡിയോയിൽ കൂടെ പറയാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും അനുഭവങ്ങളോ അല്ലെങ്കിൽ എക്സ്പീരിയൻസോ ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ അത് കമൻറ്റ് സെക്ഷനിൽ ഇടുക. അത് മറ്റുള്ള നമ്മുടെ വ്യൂവേഴ്സിനും അത് ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇതുപോലത്തെ ഡ്രൈവിംഗ് റിലേറ്റഡ് വീഡിയോസ് ഉണ്ടാക്കാറുണ്ട്. വീഡിയോ കണ്ടതിന് വളരെയേറെ നന്ദി. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. നമസ്കാരം.